സംതൃപ്തി, ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് സംതൃപ്തി എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങൾ നേടുകയും അതുവഴി സംതൃപ്തി ഉണ്ടാവുകയും ചെയ്യും. 11-ാം ഭാവത്തിൽ ആത്മകാരഗ്രഹം നിന്നാൽ യഥാർത്ഥ സൗഹൃദങ്ങളെ തിരിച്ചറിയാൻ ഇവരൊരു കമ്മ്യൂണിറ്റിയെ സെറ്റ് ചെയ്യും, ഒരു നെറ്റ്വർക്ക് സെറ്റ് ചെയ്യും. ഇവരുടേതായ ഇവരെ എവിടെ ചെന്നാലും അറിയാവുന്ന രീതിയിലൊരു കമ്മ്യൂണിറ്റി ഇവർ സെറ്റ് ചെയ്തെടുക്കും. നേട്ടങ്ങളെ ശരിയായി കൈകാര്യം ചെയ്യാനും മറ്റുള്ളവരെ കൃത്യമായി അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാനും അവരെ സഹായിക്കാനും, ഉപയോഗിക്കുക മാത്രമല്ല അവർക്ക് വേണ്ട സമയത്ത് അവരിലേക്ക് എത്തിപ്പെടാനും ബാലൻസ് ചെയ്ത് എല്ലാ കാര്യങ്ങളെയും കൊണ്ടുപോകാൻ കഴിയുന്ന, എല്ലാവരുമായിട്ട് എപ്പോഴും ചേർന്ന് നിന്ന് പോകാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് വാസ്തവത്തിൽ 11th ഹൗസിൽ ആത്മകാരകൻ നിന്നാൽ. അതുകൊണ്ട് തന്നെ ഈ ആത്മകാരകൻ മോശമായാൽ അതേ ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരും. നമ്മൾ ഇല്ലാണ്ടായിപ്പോയി എന്ന് തോന്നുന്ന നിമിഷം, നിലവിളിക്കേണ്ട നിമിഷങ്ങൾ ഉണ്ടാവും എന്നുള്ളത് സംശയമില്ല. ഞാൻ ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും അനുഭവിക്കുന്നത് എന്ന് നമ്മൾ സ്വയം ചോദിക്കുന്ന ഒരു നിസ്സഹായതയുടെ അങ്ങേ അറ്റത്തേക്ക് എത്തിപ്പെടും. അത് ഏത് ഭാവത്തിലാണ്. പക്ഷെ അതിൽ പിടിച്ചു നിന്നുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നതാണല്ലോ, അത് കിട്ടുകയും ചെയ്യും. അതാണ് ആത്മകാരാഗ്രഹം ആയാൽ. സ്ലോ മൂവിങ് പ്ലാനറ്റ് ഇവ വ്യാഴവും ശനിയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തരാൻ ഇച്ചിരി താമസിക്കും, പതുക്കെ തരത്തുള്ളൂ. തന്നാൽ അത് ഒരു ഗ്രോത്ത് ആയിരിക്കും, ഒരു ഓർഗാനിക്കായിട്ടായിരിക്കും തരുന്നത്. തന്നാൽ തന്നതാ, അത് ഓർത്ത് വെച്ചോളുക. അതുകൊണ്ട് സൗഹൃദങ്ങളെയും നേട്ടങ്ങളെയും ഒക്കെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും ഭൗതികപരമായിട്ടുള്ള ആഗ്രഹങ്ങൾക്കപ്പുറമായിട്ടുള്ള ഒരു മാനസിക സംതൃപ്തി ഇതിലൂടെ കണ്ടെത്താനും നല്ല മനുഷ്യരായും ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് 11th ഹൗസ് ആത്മകാരകൻ പ്ലേസ്മെൻ്റ് ആയാൽ ഉള്ള സൂചന എന്ന് പറയുന്നത്.